മനസ്സിൽ തീരാ നൊമ്പരമായി മാറുകയാണ് കോട്ടയം മോനിപ്പള്ളി സ്വദേശി മെറിൻ ജോയ്. കൊല്ലപ്പെട്ട മലയാളി നേഴ്സ് മെറിൻ ജോയിയുടെ ഏകമകൾ നോറയ്ക്കായി കൈകോർക്കുകയാണ് അമേരിക്കയിലെ മലയാളി സമൂഹം. അച്ഛന്റെ കൈകളാൽ അമ്മ കൊല്ലപ്പെട്ടതോടെ തനിച്ചായ നോറയുടെ ഭാവി സുരക്ഷിതമാക്കാനും വിദ്യാഭ്യാസത്തിനും ആവശ്യമായ പണം സമാഹരിക്കാനുമാണ് വിവിധ സംഘടനകൾ ഒരുമിക്കുന്നത്. ജ്ഞാനായ കത്തോലിക് കോൺഗ്രസ് ഓഫ് നോർത്ത് അമേരിക്കയുടെ നേതൃത്വത്തിൽ ഫെഡറേഷൻ ഓഫ് മലയാളി അസോസിയേഷൻ ഓഫ് അമേരിക്ക, ഫെഡറേഷൻ ഓഫ് കേരള അസോസിയേഷൻ ഇൻ നോർത്ത് അമേരിക്ക, നേഴ്സ് അസോസിയേഷൻ ഓഫ് സൗത്ത് ഫ്ലോറിഡ എന്നീ സംഘടനകളുടെ പിന്തുണയോടെയാണ് ക്രൗഡ് ഫണ്ടിംഗ് വെബ്സൈറ്റായ ഗോഫണ്ട്മീഡിയയിൽ കഴിഞ്ഞ ദിവസം മുതൽ പണം സ്വീകരിച്ചു തുടങ്ങി. നോറയുടെ ഭാവി കാര്യങ്ങൾക്കും വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്കുമാകും ഈ പണം വിനിയോഗിക്കുക. മെറിന്റെ കുടുംബാംഗങ്ങളുടെ അനുവാദത്തോടെയാണ് ക്രൗഡ് ഫണ്ടിംഗ് ആരംഭിച്ചത്. ഒരു ട്രസ്റ്റ് ആരംഭിച്ചത് അത് മുഖേനയായിരിക്കും കുട്ടിയുടെ ചിലവുകൾക്കായി പണം വിനിയോഗിക്കുന്നത്. $1,00,000 സമാഹരിക്കാൻ ലക്ഷ്യമിടുന്നത്. ക്രൗഡ് ഫണ്ടിംഗ് ആരംഭിച്ച ആദ്യ മണിക്കൂറുകളിൽ തന്നെ $10,000 ലഭിച്ചു. എത്ര പണം ലഭിച്ചാലും അത് പൂർണ്ണമായും നോറയ്ക്ക് വേണ്ടി മാത്രമായിരിക്കുമെന്ന് ഫോമ പ്രസിഡന്റ് ഫിലിപ്പ് ചാമത്തിൽ അറിയിച്ചു. ചൊവ്വാഴ്ചയാണ് കോട്ടയം മോനിപ്പള്ളി സ്വദേശി മെറിൻ ജോയിയെ ഭർത്താവ് ഫിലിപ്പ് മാത്യു അതിക്രൂരമായി കൊലപ്പെടുത്തിയത്. ഫ്ലോറിഡ കോറൽ സ്പ്രിംഗ്സിലെ ആശുപത്രിയിൽ നിന്ന് രാത്രി ഷിഫ്റ്റ് പൂർത്തിയാക്കി പുറത്തിറങ്ങിയ മെറിനെ ഭർത്താവ് കത്തി കൊണ്ട് കുത്തുകയായിരുന്നു. 17 തവണ കുത്തിയിട്ടും ഫിലിപ്പ് മെറിന്റെ ശരീരത്തിലൂടെ കാർ ഓടിച്ചു കയറ്റുകയും ചെയ്തു. സംഭവത്തിന് ശേഷം രക്ഷപ്പെട്ട ഫിലിപ്പിനെ പിന്നീട് ഒരു ഹോട്ടലിൽ നിന്നാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. പ്രൊവാർഡ് ആശുപത്രിയുടെ അധികൃതർ കോറൽ സ്പ്രിംഗ്സ് പോലീസിന് കൈമാറിയ ദൃശ്യങ്ങളിൽ ആശുപത്രിയിലെ ജോലി കഴിഞ്ഞ് മെറിൻ പുറത്തിറങ്ങുന്നതിനായി ഭർത്താവ് നെവിൻ 3/4 മണിക്കൂർ കാത്തു നിൽക്കുന്നത് വ്യക്തമാണ്. കൊലപാതകം നടന്ന ചൊവ്വാഴ്ച രാവിലെ 6:45 നെവിൻ ആശുപത്രിയുടെ പാർക്കിംഗ് ഏരിയയിൽ എത്തിയതായി കാണാം. 7:30 മെറിൻ കാറിൽ പുറത്തേക്ക് വരുന്നു. മെറിന്റെ കാറിന് മുന്നിൽ സ്വന്തം കാർ കുറുകെയിട്ട് നെവിൻ തടഞ്ഞു. തുടർന്ന് മെറിനെ കാറിൽ നിന്ന് വലിച്ചിറക്കുന്നതും ദൃശ്യത്തിൽ കാണാം. മെറിനെ തല്ലുന്നതും പാർക്കിംഗ് സ്ഥലത്തേക്ക് വലിച്ചുകൊണ്ടു പോകുന്നതും കാണാം. തുടർന്ന് ദേഹത്ത് കയറിയിരുന്ന് നിരവധി തവണ കുത്തുകയായിരുന്നു. ആശുപത്രിയിലെ ഒരു ജീവനക്കാരൻ അതിക്രമം കണ്ട് ഓടിയെത്തിയെങ്കിലും കത്തി കാട്ടി നെവിൻ ഇയാളെ ഭീഷണിപ്പെടുത്തി. പാർക്കിങ്ങിലെ കാറുകളുടെ പിന്നിലേക്ക് ഓടിമാറിയ ജീവനക്കാരൻ നെവിൻ വന്ന കാറിന്റെ ചിത്രം പകർത്തി. ഇതും പിന്നീട് പോലീസിന് കൈമാറിയിരുന്നു. ഈ ചിത്രത്തിൽ നിന്നാണ് ആദ്യം കാറും പിന്നെ ഓടിച്ച നെവിനെയും പോലീസ് തിരിച്ചറിഞ്ഞത്. മെറിന്റെ ദേഹത്തുകൂടി നെവിൻ കാർ ഓടിച്ച് കയറ്റി ഇറക്കിയതായും ദൃശ്യങ്ങളിലുണ്ട്.